തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത കുളച്ചലിലെ പ്രചാരണ വേദിയിൽ കല്ലുകടി. DMK മന്ത്രി മനു തങ്കരാജ് ഷോൾ അണിയിക്കാൻ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അത് നിരസിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. തമിഴ്നാട്ടിലെ MK സ്റ്റാലിനുമായി രാഹുൽ ഗാന്ധി വേദി പങ്കിടാത്ത വിവാദമായിരുന്നു. ഷഫീദ് റാവുത്തർ കുളച്ചിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം ഷഫീദ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഒരു മനഃപൂർവ്വമായ അവഗണനയാണ് വ്യക്തമാകുന്നത്. നേരത്തെ സീറ്റ് ധാരണയിലടക്കം DMK-യുമായി കോൺഗ്രസ് തർക്കമുണ്ടായിരുന്നു. രാഹുൽ എന്തേ വരാത്തെന്ന ചോദ്യം തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കോതിൽ ചർച്ച ചെയ്യുമായിരുന്നു. ആ നീരസം തന്നെയാണോ ഷാളിൽ നിന്ന് വിട്ടുന്നതിലുള്ള ഈ പ്രകടനം? സുഹൈല, നീരസത്തിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതേസമയം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ ഒരു ദിവസം നാളെയാണ് കൊട്ടിക്കലാശം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു നീരസം അക്കാര്യത്തിൽ ഉണ്ടായതിലാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ DMK-ക്കുള്ളിൽ ചില ചർച്ചകൾ നടക്കുന്നത്. അതായത് ഇന്ന് രാവിലെ 11:30 കുളച്ചിലിലെ പൊതുയോഗം നടന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത രണ്ടാമത്തെ ദിവസത്തെ തമിഴ്നാട്ടിലെ പ്രചരണ യോഗമായിരുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ ഈ രാഹുൽ ഗാന്ധി മുൻപൊരു ദിവസം തമിഴ്നാട്ടിലേക്ക് എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അപ്പോഴും ഈ DMK അല്ലെങ്കിൽ DMK-യുടെ പ്രധാനപ്പെട്ട മുഖമായ MK സ്റ്റാലിൻ ഇല്ല എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു തമിഴ്നാട്ടിൽ. കൂടാതെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങളിൽ ഇരുവരും പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നതായി നമ്മൾ കണ്ടതുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച മാത്രമല്ല, ഈ TVK കോൺഗ്രസ് മുന്നണി എന്നൊക്കെയുള്ള ചർച്ചകൾ, അതിലെ TVK നേതാക്കളുടെ പരസ്യമായിട്ടുള്ള പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതും അത് ചർച്ചയായതും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ കുളത്തിൽ നടന്ന പൊതുയോഗത്തിൽ തമിഴ്നാടിന്റെ ക്ഷീരവികസന മന്ത്രി മനോ തങ്കരാജ് ഷോൾ അണിയിക്കാൻ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി നിരസിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല, അതിനുശേഷം നിരസിച്ച വേദിയിലേക്ക് സംസാരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. പത്മനാഭപുരം മണ്ഡലത്തിലെ MLA കൂടിയാണ് മനോ തങ്കരാജ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത് DMK-ക്കുള്ളിൽ കാര്യമായ ചർച്ചയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുത്ത 6 നിയമസഭാ മണ്ഡലങ്ങളിൽ അതിൽ ഈ സഖ്യം അല്ലെങ്കിൽ സഖ്യത്തിന്റെ ശക്തി അത് വളരെ നിർണായകമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവസാന ദിവസം ഇങ്ങനെ ഒരു കല്ലുകടി ഉണ്ടായതിലാണ് ഇപ്പോൾ DMK അതൃപ്തികൾ പുകയുന്നത്. സുഹൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.